സംയുക്ത സമരസമിതി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യുമെന്നും അവർ അറിയിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ തന്നെ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യാനുള്ള സമരസമിതി തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് പിക്കറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ വേണാട് എക്സ്പ്രസ്, പരശുരാം എക്സ്പ്രസ്, അതുപോലെ രപ്തിസാഗർ എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ സമരസമിതി പിക്കറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം കാര്യമായിട്ടും താറുമാറിയ ഒരു അവസ്ഥ തന്നെയാണ്. പലതും ഈ വേണാട് എക്സ്പ്രസ് അടക്കമുള്ളവ 1.5 മണിക്കൂർ വൈകിയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത്. ഇതിനോടൊപ്പം തന്നെ KSRTC സർവീസുകളൊന്നും തന്നെ പോകുന്നില്ല. പാൽ, പത്രം, ആശുപത്രി, അതുപോലെ ടൂറിസം, വിവാഹം തുടങ്ങിയവയെ ഇതിൽ നിന്ന് പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 48 മണിക്കൂർ പണിമുടക്ക് ഇപ്പോൾ 7 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾ പിക്കറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഓട്ടോ തൊഴിലാളികളടക്കമുള്ളവർ ഇന്നത്തെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനജീവിതം കൂടുതലായിട്ടും ഈ ഗതാഗതം കേന്ദ്രീകരിച്ചുള്ള ജനജീവിതം ഏറെ താറുമാറായ ഒരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ സമരസമിതി അറിയിച്ചിരുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുകയോ അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുകയോ ഇല്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. DGPയും കർശനമായിട്ടുള്ള നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരുന്നു. അതായത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് നീങ്ങരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും നൽകിയിരുന്നു. കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് KSRTC സർവീസ് നടത്തുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള പോലീസ് അകമ്പടി അടക്കമുള്ളവ നൽകണമെന്നും നിർദ്ദേശം നൽകിയിരുന്നു. അതിനോടൊപ്പം ഈ സ്വകാര്യ വാഹനങ്ങൾ തടയുകയാണെങ്കിൽ അത്തരത്തിലുള്ളവരെ കർശനമായിട്ട് ഉടനടി തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശവും ജില്ലാ പോലീസ് മേധാവി നൽകിയിരുന്നു. അതിനോടൊപ്പം ശബരിമല തീർത്ഥാടകർക്കും വേണ്ട സുരക്ഷ ഉറപ്പാക്കണമെന്നും നൽകിയിരുന്നു. എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളും ഈ 48 മണിക്കൂർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ആണ്, തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇന്നത്തെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന 48 മണിക്കൂർ പണിമുടക്ക്. തൊഴിലില്ലായ്മ പരിഹരിക്കുക, അതിനോടൊപ്പം വിലക്കയറ്റം തടയുക, അടിസ്ഥാന ശമ്പളം 18,000 രൂപയാക്കി നിജപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും തടസ്സപ്പെടാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? ഇപ്പോഴത്തെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇപ്പോൾ ജനശതാബ്ദി എക്സ്പ്രസ് ആണ് പിക്കറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൂടുതൽ, അതായത് ഇനിയും ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. നേരത്തെ പരശുരാം എക്സ്പ്രസ്, രപ്തിസാഗർ എക്സ്പ്രസ്, വേണാട് എക്സ്പ്രസ് അടക്കമുള്ളവ സമാന രീതിയിൽ പിക്കറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ വൈകിയാണ് വേണാട് എക്സ്പ്രസ് പുറപ്പെട്ടത്. ഈ ജനശതാബ്ദി ഇപ്പോൾ വൈകാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു ട്രെയിൻ വൈകിയാൽ അത് മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തെയും ബാധിക്കുമെന്നതിനാൽ ഈ പിക്കറ്റിംഗ് തുടർന്നു പോകുന്നത് ഈ ട്രെയിൻ ഗതാഗതത്തിൻ്റെ സമയത്തെ കൃത്യമായിട്ട് തന്നെ ബാധിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. അതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്രക്കാർക്ക് അത് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്.